ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗോഡി വ്ലോഗ്. നമ്മൾ ആദ്യമേ ഇന്നൊരു ഞണ്ട് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല വൃത്തിയോടെ കഴുകി അത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടുക. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. കരിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെക്കുക. സവാള അരിഞ്ഞു വെച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. സവാള എല്ലാം കൂടെ എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് നല്ലതുപോലെ ആയിട്ട് വരണം. നല്ലതുപോലെ വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെയും ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം ഇങ്ങനെ ഒരു പ്ലേറ്റിലാട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. അത് നിങ്ങളുടെ ഞണ്ടിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഓരോത്തിൻ്റെ മസാലത്തിൻ്റെ അളവുകൾ. എന്നിട്ട് തക്കാളി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. തക്കാളി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ മസാലക്കൂട്ടുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിനകത്തുള്ള എല്ലാം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കിത് വേണമെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെസിപ്പി ഇതെല്ലാം കാണാൻ പറ്റും. ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ കറിക്കൂട്ടുകൾ നല്ലതുപോലെ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഞണ്ട് വൃത്തിയാക്കിയത് നല്ല സൂപ്പറായിട്ട് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് അതിൻ്റെയും അളവ് നമുക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. ആ നല്ലതുപോലെ ഇടുക, വെള്ളം ഒഴിക്കുക, എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. കുറച്ച് നേരത്തേക്ക് അത് വെയിറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഞണ്ട് കറി. കൊള്ളാമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.